എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2023 നടന്ന ഒരു ഓൺലൈൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരെ? ആൻസർ എന്താ വരിക? പെഡ്രോ അൽവാരിസ് കബ്രാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബർദോളി സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ഇത് ബീഹാറിലെ നീലം കർഷകരുടെ സമരമായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം നൽകി. ക്ഷാമകാലത്ത് നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ കർഷകരുടെ സത്യാഗ്രഹമായിരുന്നു മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം. ആൻസർ എന്താണ്? ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1ഉം 4ഉമാണ് ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചതാരെ? ആൻസർ സി, മോണ്ടെസ്ക്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒമിക്രോൺ എന്ന കൊറോണ വൈറസ് വകഭേദത്തിന്റെ പേർ ഗ്രീക്ക് അക്ഷരമാലയുടെ എത്രാമത്തെ അക്ഷരമാണ്? ആൻസർ ബി, 15. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അച്ചുതണ്ട് ശക്തികളിൽ പെടാത്ത രാഷ്ട്രം ഏത്? ആൻസർ ബി, ഫ്രാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരെ? ആൻസർ ഡി, സ്വാമി ദയാനന്ദ സരസ്വതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിശാസ്ത്രം എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ആൻസർ ബി, ഗ്രീക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒഴുകിയെത്തുന്ന പദാർത്ഥമാണ്? ആൻസർ ഡി, ലാവ. ഹിമാലയത്തിന്റെ ഏതു ഭാഗത്താണ് കരേവ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്? ആൻസർ എ, കാശ്മീർ ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഹൈവേ? ആൻസർ ബി, NH-47A. കരയാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന തുറമുഖം? ആൻസർ സി, വിശാഖപട്ടണം. ഏറ്റവും അധികം ആളുകൾ നഗരങ്ങളിൽ വസിക്കുന്ന സംസ്ഥാനം? ആൻസർ ഡി, തമിഴ്നാട്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേര് ദേശീയ വികസന സമിതി എന്നാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ആൻസർ എന്താണ് വരിക? 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം 1975 to 85 ആണ്. ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. ആൻസർ എന്താണ്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ് നീതി ആയോഗ്. 2015 ജനുവരി 1-ന് നിലവിൽ വന്നു. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ. ആൻസർ എന്താണ് വരിക? 1ഉം 2ഉം 3ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു. 1975-ൽ 20-ദിന പരിപാടി നടപ്പിലാക്കി. 14 വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ആൻസർ എന്താണ്? 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യവസായങ്ങളെയും വിദേശ വിനിമയത്തെയും സംബന്ധിക്കുന്ന ചില നിയമങ്ങൾ താഴെ ചേർക്കുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട്, മോണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഇവയെ കാലഗണന ക്രമത്തിലാക്കുമ്പോൾ ലഭിക്കുന്ന ശരിയായ ക്രമം ഏത്? ആദ്യം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് ആക്ട് ആണ് ഫസ്റ്റ് വരിക. പിന്നെ എന്താണ് വരിക? പിന്നെ വരിക മോണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്. പിന്നെ ഏതാണ് വരിക? ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. പിന്നെ വരുന്നതാണ്
ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. അപ്പൊ ഏതാണ് ആൻസർ നോക്കൂ. ആദ്യത്തെ 2, 3, 4, 1 ബി ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 ലോക എക്സിബിഷന് വേൾഡ് എക്സ്പോ ആതിഥ്യമരുളിയ പട്ടണം ഏത്? ആൻസർ എ ദുബായ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുത്തത്. സഭ ഒരു പ്രാതിനിധ്യ വിഭാഗമാകുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. സഭയിൽ എല്ലാ മതത്തിനും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാനഡയിലെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ശരിയായ പ്രസ്താവന ഏത്? അർദ്ധ ഫെഡറൽ സമ്പ്രദായം, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, ശിഷ്ടാധികാരങ്ങൾ. ആൻസർ എന്താണ് വരിക? 1, 3 ആണ് അല്ലെ? അർദ്ധ ഫെഡറൽ സമ്പ്രദായവും പിന്നെ ശിഷ്ടാധികാരങ്ങളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു പൗരനെ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരനെ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു പൗരനെ മൗലികാവകാശം പുനഃസ്ഥാപിക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, അതായത് 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സ്വത്താവകാശം ഒരു മൗലികാവകാശമാണ്. സ്വത്താവകാശം ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 300A സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. അപ്പൊ എന്താണ് ആൻസർ? ഏതാണ്? 3ഉം 2ഉം ആണ്. 2ഉം 3ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനുച്ഛേദം 324 പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രദാനം ചെയ്യുന്നു. ഇന്ത്യയിൽ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ പ്രദാനം ചെയ്യുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആൻസർ എന്താണ് വരിക? 1ഉം 3ഉം ആണ്. ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ പ്രസിഡന്റിന് വീറ്റോ അധികാരമുണ്ട്. മണി ബിൽ ഒഴികെയുള്ള ബില്ലുകളാണ് വീറ്റോ അധികാരമുള്ളത്. പാർലമെന്റ് പാസാക്കിയ എല്ലാ ബില്ലും പ്രസിഡന്റിന്റെ അനുമതിക്കായി അയക്കാറുണ്ട്. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ ശരിയേത്? രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത്. വൈസ് പ്രസിഡന്റിനെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ആൻസർ എന്താണ് വരിക? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. പിന്നെ എന്താണ്? വൈസ് പ്രസിഡന്റിനെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോടതികളുടെ അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നിയമകാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് പ്രസിഡന്റിനെ ഉപദേശിക്കാം. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഹൈക്കോടതിയിലാണ് ഒത്തുതീർപ്പാക്കുന്നത്. ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം. ആൻസർ എന്താണ്? 1ഉം 3ഉം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? പ്രധാനമന്ത്രി ഇല്ലാതെയും മന്ത്രിസഭയ്ക്ക് നിലനിൽക്കാം. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനു മുന്നേ മന്ത്രിസഭ നിലവിൽ വരുന്നു. പ്രസിഡന്റിനെയും മന്ത്രിസഭയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്പീക്കറാണ്. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്?
രാജ്യസഭ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയാണ്. പരോക്ഷമായി തെരഞ്ഞെടുക്കുന്ന സഭയാണ് രാജ്യസഭ. ആൻസർ എന്താണ്? 1ഉം 3ഉം ആണ്. രാജ്യസഭ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. പരോക്ഷമായി തിരഞ്ഞെടുക്കുന്ന സഭയാണ് രാജ്യസഭ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓംബുഡ്സ്മാൻ ഒരു ഏകാംഗ സംവിധാനമാണ്. തിരുവനന്തപുരമാണ് ഓംബുഡ്സ്മാനിന്റെ ആസ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഓംബുഡ്സ്മാന്റെ പ്രവർത്തന മണ്ഡലം. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ സ്വീകരിക്കുന്നു. കേരള വനിതാ കമ്മീഷൻ വിവിധ സംവിധാനങ്ങളിലൂടെ നിയമ സഹായം നൽകുന്നു. കമ്മീഷൻ കൗൺസിലർമാരുടെ സേവനം നൽകുന്നു. ആൻസർ എന്താണ് വരിക? 2ഉം 3ഉം ആണ് കേട്ടോ. കേരള വനിതാ കമ്മീഷൻ വിവിധ സംവിധാനങ്ങളിലൂടെ നിയമസഹായം നൽകുന്നു എന്നുള്ളതും കമ്മീഷൻ കൗൺസിലർമാരുടെ സേവനം നൽകുന്നു എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ലോ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇത് ഭരണഘടനാപരമായി അല്ലാത്ത ഒരു സംവിധാനമാണ്. നിയമകാര്യങ്ങളിൽ ഗവൺമെന്റിന് ശുപാർശകൾ നൽകുന്നു. ഇത് ഒരു ഭരണഘടനാ പ്രകാരമുള്ള സ്ഥാപനമാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്ലാസന്റയുടെ ധർമ്മങ്ങൾ ഏതെല്ലാം? ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിന് എത്തിച്ചു കൊടുക്കുക, ഭ്രൂണത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുക, ഭ്രൂണത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും വിസർജ്യ വസ്തുക്കളും പുറന്തള്ളുക. ആൻസർ എന്താണ് വരിക? 1ഉം 3ഉം ആണ് അല്ലെ. ഭ്രൂണത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് പ്ലാസന്റയുടെ ധർമ്മമല്ല. ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിന് എത്തിച്ചു കൊടുക്കുക, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും വിസർജ്യ വസ്തുക്കളും പുറന്തള്ളുക. ഇത് 2ഉം ആണ് പ്ലാസന്റയുടെ ധർമ്മങ്ങൾ. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ഈഡിസ് ഈജിപ്റ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിസൂക്ഷ്മ അരിക്കൽ എന്ന പ്രക്രിയ നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് നടക്കുന്നത്? ആൻസർ ബി, വൃക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതു വിറ്റാമിന്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത്? ആൻസർ എന്താണ്? തയാമിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൃദയ പേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? അതിറോസ്ക്ലീറോസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്മോയിഡ് അസ്ഥി മനുഷ്യ ശരീരത്തിൽ ഏതു ഭാഗത്താണ് കാണപ്പെടുന്നത്? ആൻസർ എ, തലയോട്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്? ആൻസർ സി, കാൻഡില. നേത്ര ചികിത്സയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ആൻസർ സി, അൾട്രാവയലറ്റ് കിരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം? പാസ്കൽ നിയമം. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് കേട്ടോ. ഇവരിൽ ആർക്കാണ് 2021 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിക്കാത്തത്? ആൻസർ ബി, ബെഞ്ചമിൻ ലിസ്റ്റ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ? ആൻസർ എ, പ്ലാസ്മ. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്? ആൻസർ ഡി, കുർക്കുമിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എന്താണ്? അത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് കേട്ടോ. 7.4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയ ഏതാണ്? ആൻസർ ബി, ഗാൽവനൈസേഷൻ. കേരളത്തിൽ അലാമിക്കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്ന ജില്ല ഏത്? ആൻസർ ബി, കാസർഗോഡ്. ഇന്ത്യയിൽ ആദ്യമായി രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയതാരെ? ആൻസർ ഡി, വിശ്വനാഥൻ ആനന്ദ്. ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ സി, ഓഗസ്റ്റ് 29. താഴെ പറയുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടാത്തത് ആര്?
ആൻസർ ബി, ANN കക്കാട്. 2023 ഒക്ടോബറിൽ നടക്കുന്ന ഇന്ത്യൻ ദേശീയ ഗെയിംസിന്റെ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. അത് അന്നത്തെ കറണ്ട് അഫയേഴ്സിൽ വന്നതാണ് കേട്ടോ, ഗോവ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.